യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ, ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരാൻ പോകുന്ന ആരാധന മണിക്കൂറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയിലൂടെ നീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാവരിലേക്കും ദൈവിക കൃപ സമൃദ്ധമായി വർഷിക്കുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയേ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും മുട്ടുമേലായിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ
ചില വാരാന്ത്യ മാതൃകകൾ ആണ് പലപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ എടുത്ത് ഉദ്ധരിക്കുന്നത്. ഉടമ്പടി ധ്യാനത്തിൻ്റെ വാരാന്ത്യ മാതൃകകളെന്ന് പറയുന്നത് ഉടമ്പടി ഒരു വിശ്വാസ പ്രയോഗ ജീവിതമാണ്. വളരെ പ്രാക്ടിക്കലായി, വളരെ മാത്തമാറ്റിക്കലായി ഉടമ്പടി ആട്രിബ്യൂട്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ വളരെ ഗണിതശാസ്ത്രപരമായ പ്രിസൈസുള്ള, പൂർണ്ണതയുള്ള, സൂക്ഷ്മതയുള്ള അനുഭവങ്ങളാണ് നമ്മൾ ഉടമ്പടിയിലെ ധ്യാനത്തിലെ മാതൃകയാക്കുന്നത്. സാധാരണ വിശ്വാസ ജീവിതത്തെ പോലെയുള്ള ഒരു ആംബിഗ്വസ് ആയിട്ട് നമ്മൾ പ്രെയർ ചെയ്യുന്നു. ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കത്തില്ല, ചിലപ്പോൾ നല്ല ദൈവാനുഭവം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവത്തില്ല. ഇങ്ങനെ വിശ്വാസത്തിൻ്റെ പരിധി വരുന്ന, വിശ്വാസ ജീവിതത്തിൽ വരുന്ന ചില തപ്പലുകളും തടയലുകളും ഒന്നും ഉടമ്പടിയിലില്ല. ഉടമ്പടിയിൽ ഷാർപ്പ് ഷൂട്ട് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട്. വിശ്വാസത്തിൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാനെപ്പോഴും ചെയ്യുന്നത് നല്ലവണ്ണം ഉടമ്പടി നിയമങ്ങൾ ആപ്ലിക്കേറ്റ് ചെയ്ത ആൾക്കാർ അവർക്ക് കിട്ടിയ റിസൾട്ടിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യ വിശദീകരണം എന്ന് പറയുന്നത് ഒരു റിസൾട്ട് അനാലിസിസാണ്. വളരെ ഹെവി ആയിട്ടുള്ള ജീവിത ചുറ്റുപാടുകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ എത്ര ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് ഈ വിഷയങ്ങൾ. അതാണ് ഈ ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് ഉടമ്പടി ഒരു ഫീച്ചറാണെന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. ലൈറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ ഭാര ചുരുക്കം. നമുക്ക് മഹാഭാരമായിട്ട് തോന്നുന്ന സംഭവങ്ങളെ ഉടമ്പടിയുടെ ഒരു ഫോർമുല പ്രകാരം മാതാവ് ഇതിൽ കക്ഷിയായി കഴിയുമ്പോൾ ഇത് ലൈറ്റ് വെയ്റ്റായി വരും. ഇങ്ങനെ ലൈറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ ഭാരം ചുരുങ്ങിയ നമുക്കൊരു ഭാരമില്ലായ്മ തോന്നും. ജീവിതത്തിന് ഭാരമില്ലായ്മ തോന്നുമ്പോൾ കാര്യം സാധാരണഗതിയിൽ നമ്മൾ ഈ ഭാരമെല്ലാം എടുത്ത് തന്നെത്താനെടുത്ത് പെടലിൽ നുറങ്ങി അല്ലേ വരണത്. അപ്പോൾ ഈ സാധനം പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്ത് മാതാവിൻ്റെ കൈകളിലേക്ക് ഇത് ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഇത് ഏൽപ്പിക്കുന്നവരാണ് വിഷയം. പലപ്പോഴും എനിക്ക് മനസ്സിലായിരിക്കുന്നത്, നിങ്ങൾ സത്യസന്ധമായിട്ട് ഉടമ്പടി ധ്യാനം കൂടുകയും, ചില ആൾക്കാർക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലായിടത്തും പോയി ധ്യാനം കൂടുന്ന ആൾക്കാരാണ്. അതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു അപകടം. എല്ലായിടത്തും പോയി ധ്യാനം കൂടും. ധ്യാനം അപകടമാണെന്നല്ല പറഞ്ഞത്. ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയിട്ട് വലിയ കാര്യമില്ല. ആ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേൾക്കുന്നു, കുറേ മനസ്സിലാകുന്നു, അവിടെ മനസ്സിലാകുന്നിടത്ത് വെച്ച് ആ സംഭവം തീരുകയാണ്. ഉടമ്പടിയിൽ വരണം അങ്ങനെയല്ല. മനസ്സിലാകുന്നത് നമ്മൾ പ്രയോഗിക്കും. അതാണ് വിഷയം. ഈ പ്രയോഗപരത പലപ്പോഴും ഈ സാധാരണ ശ്രവണക്കാർക്ക് ഇല്ല. സാധാരണ ശ്രവണക്കാർക്ക് അങ്ങനെ കേട്ടു, ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, അവിടെ വെച്ച് കഴിഞ്ഞു. പക്ഷേ ഇത് ആപ്ലിക്കേറ്റ് ചെയ്യുന്ന കാര്യം ഉടമ്പടിയിൽ എപ്പോഴും വരണത്, ഇപ്പോഴേ കേരളത്തിലും മലയാളികൾക്ക് പ്രത്യേകിച്ച് മനസ്സിലായിട്ടുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത്, ഉടമ്പടി ധ്യാനം കഴിയുമ്പോഴാണ് ശരിക്കും ജനങ്ങൾ ഉടമ്പടി ധ്യാനം ഏറ്റെടുക്കുന്നത്. ചില ആൾക്കാർ വളരെ കണിശമായിട്ടും നിശ്ചിതമായിട്ടും ഉടമ്പടിയുടെ പ്രിൻസിപ്പിൾ അതുപോലെ ഫോളോ ചെയ്യുന്നവരുണ്ട്. ചിലർ കുറച്ച് സാവകാശം എടുക്കും. ഇപ്പം എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, ഈ ഉടമ്പടി പുതുക്കുന്നവർ, ഇപ്പം 5 പുതുക്കുന്നവരൊക്കെ ഇല്ലേ, ഉടമ്പടി 5 പുതുക്കുന്നവരുണ്ട്. പക്ഷെ ഇവരെ 5 പുതുക്കുന്നവർ അൾത്താരയിൽ ഞാൻ കണ്ടുമുട്ടുമ്പോൾ അവരുടെ നിയോഗങ്ങളും അവരുടെ ഉടമ്പടിയുടെ നിലവാരങ്ങളും കൂടി നോക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് ഒരു ഇച്ഛാഭംഗം വരും.
ഉടമ്പടി 5 പുതുക്കിയവരും 6 പുതുക്കിയവരും ഉണ്ട്. അവരുടെ നിയോഗങ്ങളും അവർ അച്ഛൻ്റെ അടുത്ത് ആൾത്താരയെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന നിയോഗങ്ങളും അവരുടെ നിലവാരവും കൂടി നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്ന് വെച്ചാൽ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പുതുക്കിയവർക്ക് 2 പുതുക്കിയതിൻ്റെ നിലവാരമാണുള്ളത് പലർക്കും. അത് ഇതിൻ്റെ അകത്ത് വരുന്നൊരു അപകടമാണ്. 5 പുതുക്കിയവരാണ്, പക്ഷേ നിലവാരം, അവിടെ ക്വാളിറ്റി, ഗുണനിലവാരം, അവിടെ ഗുണനിലവാരം 2 പുതുക്കിയതിൻ്റെതാണ്. ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാതൃകയായി ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ തെറ്റ് സംഭവിക്കുന്നുണ്ട്. അവർ 6, 7 പുതുക്കുന്നുണ്ടാവും, പക്ഷേ അവരുടെ ആത്മീയ നിലവാരം 2 പുതുക്കേണ്ടതാണ്. സമീപനത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. വൈകാരികമായ പ്രതികരണങ്ങളിലൊന്നും അവർക്കൊരു വളർച്ച ഉണ്ടായിട്ടില്ല. വൈകാരിക പ്രതികരണം, അതായത് കുറച്ച് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ടൈം കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഉടമ്പടി 1 പുതുക്കി 2ാമത്തെ പുതുക്കിന് തന്നെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക്. ഉടമ്പടി 2 പുതുക്കുമ്പോൾ പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാര്യം ഉടമ്പടിയിൽ മാത്രമാണ് ഈ സാധാരണ പ്രാർത്ഥനാ പദ്ധതികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഉടമ്പടിയിലാണ്. അപ്പോൾ ഉടമ്പടിയിൽ വരുമ്പോൾ 2 പുതുക്കി അല്ലെങ്കിൽ 2 പുതുക്കി കഴിയുമ്പോൾ തന്നെ പ്രസൻസ് ഫീൽ ചെയ്യും ആൾക്കാർക്ക്. അത് അവരുടെ സത്യസന്ധത അനുസരിച്ചിരിക്കും. ചില ആൾക്കാർ ഭയങ്കര സത്യസന്ധമായിട്ടാണ് ആ ഉടമ്പടി ചെയ്യണത്. വളരെ പാകതയോടെ അർത്ഥവത്തായി ദൈവത്തോട് പരിശുദ്ധ അമ്മ വഴി താൻ ജീവിതം കൊണ്ട് ഉടമ്പടി ചെയ്യുന്നു എന്നുള്ള ആ ഉടമ്പടി ബോധമുണ്ട് അവർക്ക്. ഉടമ്പടിയിൽ എനിക്ക് ഏറ്റവും വേണ്ടത് ഉടമ്പടി ബോധമാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഉടമ്പടിയിൽ എല്ലാവർക്കും വേണ്ടിയത് ഉടമ്പടി ബോധം എന്ന് വെച്ചാൽ, ഉടമ്പടി ബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ രാത്രിയിലും പകലിലും ഇരുട്ടിലും വെളിച്ചത്തിലും ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിലാണ്. അതാണ് ഉടമ്പടി ബോധം എന്ന് പറയണത്. ഞാൻ രാത്രിയും പകലും ഇരുട്ടിലും വെളിച്ചത്തിലും ദൈവവുമായിട്ട് ഉടമ്പടിയിലാണ്. ഈ ഉടമ്പടി ബോധം നമ്മൾ നർച്ചർ ചെയ്യണം, അത് കൾച്ചർ ചെയ്തെടുക്കുന്നത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അവയർനെസ്സിലൂടെയാണ്. എപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ബോധം ഉണ്ടാകണം. ഈ ബോധം എപ്പോഴും വരണത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ മെയിൻ്റനൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ഈ ഉടമ്പടിയിലുള്ള ഒരു pH ലെവല്, ആത്മാവിൻ്റെ ഒരു pH ലെവല് കീപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കേണ്ട വിഷയമാണ് മെയിൻ്റനൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിൽ ഗ്യാരണ്ടി ചെയ്യുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണം ഹോളി സ്പിരിറ്റിൻ്റെ. അതിപ്പം നമ്മൾ ബോധപൂർവം അതിനുവേണ്ടി ഇച്ഛിച്ചാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉടമ്പടി ജീവിക്കുമ്പോൾ യാന്ത്രികമായിട്ട് വന്നായാലും ശരി, ഹോളി സ്പിരിറ്റ് ഒരു വിഷയമാണ്, പരിശുദ്ധാത്മാവ് ഒരു വിഷയമാണ്. അപ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിലനിന്ന് പ്രവർത്തിച്ചാലുള്ള ഗുണങ്ങളെന്ന് പറയണത്, ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മളെ ഈ ഉടമ്പടിയിലാണെന്നുള്ള കാര്യം പോലും നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫാക്കൽറ്റിയാണ്. അതാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ
യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഉടമ്പടി വിഷയങ്ങൾ നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ഫാക്കൽറ്റി പരിശുദ്ധാത്മാവിൻ്റെതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണത്, പരിശുദ്ധാത്മാവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എങ്ങനെ ഏത് രാത്രിയായാലും പകലായാലും എന്ത് ചെയ്യുവാനായാലും എന്ത് തിരക്കിലായാലും എന്ത് കാര്യത്തിൽ ഇൻവോൾവ് ആയാലും നിങ്ങളുടെ ഒരു കണ്ണ്, ഇപ്പം നമ്മളറിയാം, നിങ്ങൾ അമ്മമാർ കുഞ്ഞുങ്ങളെ തൊട്ടിലിട്ടിട്ട് ചിലപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. പക്ഷെ അടുക്കളയിലൊക്കെ ഇങ്ങനെ കറിക്കരിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും അമ്മയുടെ ഒരു മനസ്സ് തൊട്ടിലായിരിക്കും എപ്പോഴും, കൊച്ചുണർന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. കൊച്ചുണർന്ന് ബഹളം ഉണ്ടായി ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന് വരും, ചിലപ്പോൾ അത് തൊട്ടിലും താഴെ വീഴുന്നു വരും. അപ്പം അതുകൊണ്ട് വേറെ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ അമ്മയുടെ ഒരു മനസ്സ് എപ്പോഴും തൊട്ടിലായിരിക്കും. ഏതാണ്ട് ഇതുപോലെ നിങ്ങളുടെ ഫാക്കൽറ്റിയെ ട്രെയിൻ ചെയ്യണം. നിങ്ങൾ എന്ത് വ്യാപാരങ്ങളിൽ ഇടപാടുകളിലൊക്കെ ചെന്ന് വിട്ടാലും നിങ്ങളുടെ ഒരു മനസ്സ് എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ മെയിൻ്റനൻസിലുണ്ടാകണം. എൻ്റെ മക്കളെ എന്തിനാ അച്ഛൻ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ഒരു ഉത്തരവാദിത്വം, ആധ്യാത്മിക ഉത്തരവാദിത്വം, പരിശുദ്ധാത്മാവിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ മാർക്ക് വീഴാൻ പോണ എവിടെയാണെന്നറിയാമോ? നിങ്ങളുടെ സത്യസന്ധതയിലാണ്. ദൈവം നിങ്ങളുടെ സത്യസന്ധത നിരീക്ഷിക്കും. കാര്യം മീൻസ് ദൈവം നിങ്ങൾ അസസ് ചെയ്യും. യു ആർ ഇൻ കവനൻറ്റ്. അവിടെയാണ് വിഷയം. ഇത്രയും നാൾ ആൾക്കാരുടെ കൗൺസിൽ ചെയ്ത് ഈ ഉടമ്പടി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായ എന്താണെന്നറിയാമോ? ഒരു ട്രാജഡി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരുടെ ഉടമ്പടി ദൈവത്തിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതൊരു വല്ലാത്തൊരു വിഷയമാണ്. എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കേണ്ട ഒരു വിഷയമാണിത്. പല ആൾക്കാരുടെ ഉടമ്പടി ദൈവ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ ഇന്നലെ ഇവിടെ ഒരു മോള് സാക്ഷ്യം പറഞ്ഞു. അവൾ ചെറുപ്പക്കാരത്തിയാണ്, നല്ല വെടിക്കെട്ട് സാക്ഷ്യമാണ്. സാധാരണ സാക്ഷ്യം കുറച്ച് മെച്ചമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഭംഗിയായിട്ട് പറയണത്. പക്ഷെ അതിനിടയ്ക്ക് കൂടി അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കാര്യം ഈ ഉടമ്പടിയിൽ ഈ ഉടമ്പടി തൈലം ഉപയോഗിക്കുമ്പോഴും ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുമ്പോഴും പത്രങ്ങളൊക്കെ കൊടുക്കുമ്പോഴും ഷീ വാസ് നോട്ട് ദാറ്റ് കൺവിൻസ്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്ര കണ്ട വലിയ വിശ്വാസം ഇല്ലായിരുന്നെന്ന് അവർ പച്ചക്ക് പറയുകയാണ്. അതാണ്, അവർക്ക് അത്ര കണ്ട് വലിയ ഇവർ ഈ ഉടമ്പടിയുടെ ഓരോ കാര്യം യാന്ത്രികമായിട്ട് അവർ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ തന്നെ ഷീ വാസ് നോട്ട് കൺവിൻസ്ഡ്. എന്നുവെച്ചാൽ അവരതിൻ്റെ അകത്ത് വലിയ അവർക്ക് വിശ്വാസം അർപ്പിക്കാൻ വലിയ വിശ്വാസം തോന്നാതെയാണ് ഇത് ചെയ്യണത്. ഇത് ഹിപ്പോക്രസി എന്ന് പറയും ശരിക്കും. അതാണ് എനിക്ക് ദേഷ്യം വരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഹിപ്പോക്രസിയാണ്. നമുക്ക് കൺവിൻസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ടേക്ക് കവനൻറ്റ്. നമ്മൾക്ക് കൺവിൻസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉടമ്പടിക്ക് ഹോംവർക്കുകളുണ്ട്.
ഉടമ്പടിക്ക് മുമ്പേ നിങ്ങൾ തച്ചനിരുന്നുകൊണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കണം. അതാണ് അതിൻ്റെ ഒരു ഹോംവർക്ക്. അപ്പം ആ സാക്ഷ്യങ്ങൾ നമ്മളൊരു 10-20 എണ്ണം കേൾക്കുമ്പോൾ നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാവും, ബോധ്യം ഉണ്ടാവും. ബോധ്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങളെപ്പോഴും ഉടമ്പടിക്ക് മുമ്പ് നിങ്ങൾ ബ്രഷപ്പ് ചെയ്യേണ്ട ഒരു വിഷയം ബോധ്യമാണ്. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഉടമ്പടിയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അഭിഷേകം നൽകണമേ. എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അനുസ്മരിപ്പിച്ചു തരണമേ. തക്ക സമയത്ത് ഞങ്ങളെ അനുസ്മരിപ്പിച്ചു തരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹെബ്രായർ 11:1 എടുത്തേ. ഹെബ്രായർ 11:1. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. നമ്മൾ ഉടമ്പടി എഴുത്തെന്നും പറഞ്ഞ് നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളൊന്നും ആ സമയത്ത് റെഡിമെയ്ഡായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. ആ സമയത്ത് കിട്ടത്തില്ല. പക്ഷെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു ഉറപ്പ്, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ഉറപ്പില്ലാത്തവർ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യാന്ത്രികമായി പോകും, ഹിപ്പോക്രസി ആയിപ്പോവും, കാപ്പട്യമായി പോകും. ഇതിനകത്തൊരു ഒരു അംശം, ദൈവവുമായിട്ടുള്ള ഇടപാടുകളിൽ ഒരു അംശം ഒരു പകുതി എന്ന് പറയുന്നത് കാണപ്പെടാത്തതാണ്. ഇപ്പം ജപ്തി, നമ്മുടെ ജപ്തി എങ്ങനെ മാറുമെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അതാ കാണപ്പെടാത്തതുണ്ട്. നമുക്ക് ജപ്തിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിന് ഭയങ്കര തർക്കമാണ്, ഭാഗം ഉടമ്പടി നടക്കണില്ല. ഇത് നടക്കാത്ത ഒരു അവസ്ഥയിൽ നടക്കുന്നതിനെക്കുറിച്ച് വി ഹാവ് നോ ഐഡിയ. ഇത് സമാധാനപൂർണ്ണമായിട്ട് ഭാഗം ഉടമ്പടി നടക്കും എന്നതിനെക്കുറിച്ച് വി ഹാവ് നോ ഐഡിയ, നമുക്ക് ഐഡിയ ഇല്ല. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ദൈവത്തിലുള്ള ഉറപ്പാണ്, അതാണ് വിഷയം. ഈ ദൈവത്തിലുള്ള ഉറപ്പില്ലാത്ത ആൾക്കാർ എന്തിനാണ് ഉടമ്പടി എടുക്കണേ? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഇപ്പം ഇന്നലെ ഇവർ പറഞ്ഞില്ലേ, ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നും തോന്നിയില്ലെന്ന് പറഞ്ഞില്ലേ? ദാറ്റ് ഈസ് നോൺസെൻസ്. കാര്യം വിശ്വാസം, നമ്മുടെ പല വിഷയങ്ങളും പകുതി ദൈവത്തിൻ്റെ കയ്യിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ നിത ഡീൻസ് എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. നിത ഡീൻസ് ദുബായിൽ നല്ല നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നു, നല്ല ആവശ്യത്തിന് ശമ്പളം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അവിടെ വളർച്ചയുടെ ഭാഗമായിട്ട് അവർക്ക് ഭർത്താവിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ അവിടെ നിന്ന് രാജിവെച്ചിട്ട് നിത എന്താ ചെയ്യണത്? നിത ന്യൂസിലൻഡിലേക്ക് പോയി. അപ്പം ന്യൂസിലൻഡിലേക്ക് പോകുന്നതിൻ്റെ ആൾക്കാരുടെ അവരുടെ ഉദ്ദേശം എന്താ? ന്യൂസിലൻഡിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ അവിടുന്ന് ആസ്ട്രേലിയയിലേക്ക് വരാൻ എളുപ്പമാണ്. ഞാൻ അടുത്ത 2 മാസം കഴിയുമ്പോൾ ന്യൂസിലൻഡിൽ ധ്യാനമുണ്ട്. ആസ്ട്രേലിയയിൽ ധ്യാനം കഴിഞ്ഞതാണ് കഴിഞ്ഞ മാസം. പിന്നെ ന്യൂസിലൻഡിൽ ധ്യാനമുണ്ട്. അല്ല 6 ദിവസമൊക്കെ ഉണ്ടാകാതെ പുറത്ത് പോകത്തുള്ളൂ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും.
ധ്യാനം 3 ദിവസം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓരോ ദിവസത്തെ യാത്ര, അത്രേ ഉള്ളൂ. അല്ലാതെ സൈറ്റ് സീയിങ് സമയം കളയണ പരിപാടിയൊന്നും ഇല്ല. നേരെ ഇവിടെ വരൂ. ഇപ്പം എൻ്റെ വിഷയം എന്ന് പറയണത്, ഈ ന്യൂസിലൻഡിൽ അവർ ചെന്നെങ്കിലും വിസ കാലാവധി 6 മാസമാണ്. വിസ കാലാവധി അവസാനത്തെ ഒരാഴ്ച ജീവിതം ഇപ്പം ചൂട് പിടിച്ച് കണ്ട. ഓക്കെ, വിസ 5 മാസവും 3 ആഴ്ചയും തള്ളി നീട്ടിയിട്ട് ഒറ്റ ജോലി കിട്ടണില്ല അവിടെ. ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. ഭയങ്കര സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ദുബായിലെ നല്ല ജോലി നഷ്ടപ്പെടുത്തിയതിൽ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഇവരുടെ തലേ കയറണ അവസ്ഥയാണ്. ഇനി അതിൻ്റെ പേരിൽ സ്വന്തം റിസ്ക്കാണ്. റിസ്ക് ജീവിതം എന്ന് പറഞ്ഞാൽ റിസ്ക്കാണല്ല, ദൈവത്തിൻ്റെ കൂടെ എടുക്കുന്ന റിസ്ക്കാണ്. റിസ്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. ചില അണ്ണന്മാർ ദൈവത്തിൻ്റെ കൂടെ റിസ്ക് എടുക്കും. ദൈവത്തിൻ്റെ കൂടെ റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതായത് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന റിസ്ക്കേ നമുക്കുള്ളൂ, ബാക്കി റിസ്ക് ഇല്ല. ചിലർ ദൈവത്തിൻ്റെ കൂടെ റിസ്ക് എടുക്കും, ഭയങ്കരമായ അവർ സ്കോർ ചെയ്യണ കാണാം. അപ്പം ദൈവത്തിൻ്റെ കൂടെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായത്, ഇത്രയും നാൾ ആൾക്കാർ നിങ്ങളുമായിട്ടൊക്കെ ജീവിച്ചപ്പോൾ മനസ്സിലായത്, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന റിസ്ക് എന്ന് പറയണത്, റിസ്ക് എടുക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന റിസ്ക് മാത്രമുണ്ട്, അത് റിസ്ക്കാണ്. കാര്യം നമ്മൾക്ക് കട്ടൻ്റെ നിലപാട് വേണം. ഒരു ആദ്യത്തെ ഒരു 6 കൊല്ലമോ വല്ലതുമൊക്കെ നമ്മളും ദൈവവും തമ്മിൽ യുദ്ധത്തിലായിരിക്കും പലപ്പോഴും. 6 കൊല്ലമൊക്കെ നമ്മളും ദൈവവും തമ്മിലൊരു യുദ്ധത്തിലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻട്രസ്റ്റുകൾ നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ദൈവവഴികളായിരിക്കത്തില്ല. നമ്മുടേതായിട്ടുള്ള ചിന്താ പദ്ധതികളിലും നമ്മുടെ വഴികളിലും നമ്മുടെ ലാഭങ്ങളിലും നമ്മളുടെ പലതരത്തിലുള്ള പറ്റിപ്പും ചതിവും പലതരത്തിലുള്ള സൂത്രപ്പണികളും ഒക്കെ ആയിട്ട് നമ്മുടെ ജഡിക മനുഷ്യനായിരിക്കും. ഈ ജഡിക മനുഷ്യനുമായിട്ട് ദൈവം മുന്നോട്ട് പോകാത്ത കാരണം എപ്പോഴും നമുക്ക് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ നമ്മൾ വീഴുകയും ചെയ്യും. വീണ് പരിക്ക് കിട്ടിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളത് കാരണം പരിശുദ്ധാത്മാവ് പറയും, നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടല്ലേ ഇപ്പോൾ കുഴപ്പമുണ്ടായത്, നീ മര്യാദക്ക് സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിൽ പോയാൽ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളത് കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കണത്, ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, പഠിപ്പിക്കണ ഇതാണ്, ദൈവത്തിൻ്റെ കൂടെ നടക്കാനാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കണത്. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നതിന് ആദ്യത്തെ ഈ 6 കൊല്ലം, ഞാൻ 6 എന്നാണ് പറയണത് സാധാരണ, അതിൽ കൂടുതലില്ല, കുറവേ ഉണ്ടാകത്തുള്ളൂ. ചിലർക്ക് 3 കൊല്ലം 2 കൊല്ലമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഈ ആദ്യത്തെ 6 കൊല്ലം ദൈവമായിട്ട് ജീവിക്കാൻ നമ്മുടെ ലോകാരൂപിയും ജഡികത്വവും ഒക്കെ ആയിട്ട് ഭയങ്കര യുദ്ധത്തിലായിരിക്കും. ആ യുദ്ധത്തിൽ ദൈവം ജയിക്കണതാണ് എൻ്റെ റിസ്ക് എന്ന് പറയണത്. നമ്മൾ ജയിക്കണമല്ല, ദൈവം ജയിക്കണം. ഇതിൻ്റെ അകത്ത് ദൈവം ജയിക്കും. ഇപ്പം ഈശോയ്ക്ക് പോലും പൂർണ്ണ മനുഷ്യനായത് കാരണം ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിവ് കൊടുത്തില്ലായിരുന്നു. അതാണ് മരുഭൂമി പരീക്ഷയൊക്കെ വന്നതിൻ്റെ കാരണം. അതാണ് മരുഭൂമി പരീക്ഷയൊക്കെ വന്നത്. പരീക്ഷയിൽ ദൈവം ജയിക്കണം. ഈ ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ദൈവമാണ് ജയിച്ചത്. അവസാനം വരെ ക്രിസ്തു പറയുമായിരുന്നു, നിൻ്റെ ദൈവം കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ ആരാധിക്കാവെന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാം ആ പരീക്ഷകളെല്ലാം അവസാനിക്കുന്നത് ദൈവത്തിന് മാർക്ക് വീണുകൊണ്ടാണ് അവസാനിക്കുന്നത്, നമുക്ക് മാർക്ക് വീണുകൊണ്ടല്ല. ക്രിസ്തുവിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഈ പരീക്ഷ എങ്ങനെ അവസാനിപ്പിക്കണമെന്നതിനെക്കുറിച്ച് നല്ല ഒരു കളരിയാശാനെ പോലെ നല്ല അടവും. ഈ ഇപ്പം ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രഫറിക്ക് ഭയങ്കര വിലയല്ലേ. ഇപ്പം പരിശുദ്ധാത്മാവ് ഒരു ട്രഫറിയാണ് ശരിക്കും. ട്രഫറി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു ഗൈഡാണ്. അതായത് ഈ വിജയിക്കാനുള്ള സൂത്രങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ്, വിജയിക്കാനുള്ള ടെക്നിക്കുകൾ പറഞ്ഞു തരുന്ന ആളാണ്. പക്ഷേ വിജയിച്ച് വരുന്നത് ആരായിരിക്കും വിജയിക്കണത്? നമ്മളായിരിക്കത്തില്ല, ആ ദൈവമായിരിക്കും വിജയിക്കണത്. ദൈവമാകണം വിജയിക്കേണ്ടത്. അപ്പോൾ ആധ്യാത്മികമായ ജീവിതത്തിൽ ഈ റിസ്ക് എന്ന് വെച്ചാൽ പറഞ്ഞത് ആദ്യത്തെ 6 കൊല്ലമേ റിസ്ക് ഉള്ളു. പിന്നെ പ്രലോഭനം പോലും ഉണ്ടാകത്തില്ല. നമ്മൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്നൊക്കെ പറയണില്ലേ, അത് ഒരു ഫസ്റ്റ്
കുറച്ച് കാലത്തേക്ക് ആ പ്രശ്നങ്ങളുള്ളു ശരിക്കും. അല്ല ജീവിതാന്ത്യം വരെ ഒന്നും പ്രലോഭനമൊന്നുമില്ല. സത്യസന്ധമായിട്ടാണ് നീ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നത്, ആ റിസ്ക് നീ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുറേ കാലം മാത്രമേ ഈ പ്രലോഭനത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. കാര്യം എന്താണ്? നമ്മുടെ പ്രാർത്ഥന എന്താ? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്നല്ല പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം എന്താ? പ്രലോഭനങ്ങൾ ദൈവത്തിന് വേണമെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കാം, അല്ലേ അതിൻ്റെ അർത്ഥം? അല്ലേ? പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കാം. അപ്പോൾ ദൈവത്തിന് വേണ്ട ആളായിട്ട് മാറുകയാണെങ്കിൽ പ്രലോഭനം തീരും അവിടെ വെച്ച്. സിമ്പിളാണ് സംഭവം. ദൈവത്തിന് വേണ്ട ആളായിട്ട് തീരണമെങ്കിൽ ഒരു പിശാചും നമ്മുടെ അടുത്ത് വരാൻ പോണില്ല. ദൈവത്തിൻ്റെ, അതാണ് എൻ്റെ ദാസൻ എന്നൊക്കെ പറയണില്ലേ. കർത്താവ് എപ്പോഴും ഈ പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് കഴിയുമ്പോൾ ദൈവം സീല് ചെയ്യും. കർത്താവ് അത് പറയുന്നുണ്ട്, സീല് ചെയ്തെന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒഫീഷ്യൽ സീല് ചെയ്യും. സീൽഡ് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ദൈവം അപൂർവം ആൾക്കാർക്ക് സീല് ചെയ്യത്തുള്ളൂ. കർത്താവിനെ സീൽ ചെയ്തേച്ചും പറഞ്ഞ് പിതാവായ ദൈവം എനിക്ക് അംഗീകാരം മുദ്ര ചാർത്തിയിരിക്കണമെന്ന് പറയും. പ്രലോഭനങ്ങൾ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ സ്വന്തമായി തീരുമ്പോൾ ദൈവം ഉടമസ്ഥ അവകാശം പ്രഖ്യാപിക്കുന്നതാണ് സീല് ചെയ്യുക. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികളുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 6:27 നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. ഈ അംഗീകാര മുദ്ര ഈ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാൻ നമ്മളെ പ്രലോഭനങ്ങളിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളൊരു പ്രൊവിഷനാണ് ഈശോ പറയണത്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം ആളെ ദൈവത്തിൻ്റെ വഴികളിലൂടെ പോകത്തുള്ളൂ. നഷ്ടം സഹിച്ചും സത്യം ചെയ്യും. നമുക്ക് മെച്ചമുണ്ടായാലും നമ്മൾ നുണ പറയത്തില്ല. സത്യം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ചിലപ്പോഴേ തോൽവി സമ്മതിക്കും, നഷ്ടം സഹിക്കും. അങ്ങനെയൊക്കെ ദൈവത്തിന് തോന്നി, അതാണല്ല പരീക്ഷണം എന്ന് പറയണത്. അങ്ങനെയൊക്കെ ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രലോഭനങ്ങളെപ്പോലും ജയിച്ചാൽ പോലും ഭയങ്കരമായ രീതിയിലുള്ള സമ്മാനമാണ്, ഭയങ്കര ഇൻസെൻറ്റീവാണ് ദൈവത്തിൽ ജീവിക്കണേ. അതായത് ചെറിയ പ്രലോഭനങ്ങളെപ്പോലും നമ്മൾ അതിജീവിച്ചാൽ ഭയങ്കരമായ സമ്മാനമാണ് അതിന് ദൈവം തരണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മാർത്ഥതയാണ് അതിൻ്റെ അത്. ഇപ്പം ഈ നിതയുടെ വിഷയം എടുക്കല്ല. നിത ഒരു ദിവസം ലാസ്റ്റ് അല്ലേ അവർക്ക്, അവിടെ 6 മാസത്തെ വിസയിൽ 5 മാസവും പോയി, 3 ആഴ്ചയും തള്ളിപ്പോയി. ഇനി ഒരാഴ്ചയേ ഉള്ളൂ. ഇവർ പറയണത് ഞാൻ ഒരു ദിവസം 300 ആപ്ലിക്കേഷൻ വിട്ടെന്നാണ്. അപ്പോൾ എന്തുമാത്രം പാവം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക്. ഒരു ദിവസം ന്യൂസിലൻഡിൽ 300 ആപ്ലിക്കേഷൻസ് വിടുകയാണ്. അങ്ങനെ എത്രയോ 1000 ആപ്ലിക്കേഷൻസ് വിട്ടിട്ട് ഈ 6 മാസമായിട്ട് ഒരു കോൾ ഫോറുമില്ല, ആരും വിളിക്കണില്ല, നോ വേക്കൻസി, ജോലിയില്ല. ഇവർ പിന്നെ എന്ത് ചെയ്ത് ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് തിരിച്ചു പോരാൻ. ടിക്കറ്റ് നമ്മളെ ഈ അവസാന നിമിഷം പോയി ടിക്കറ്റ് എടുത്താൽ ഭയങ്കര വിലയായിരിക്കും. ചില സമയത്ത് 1 ലക്ഷത്തിൽ അല്ലെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ ടിക്കറ്റ് നമ്മൾ നേരത്തെ എടുക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് 30,000 രൂപ കിട്ടിയെന്ന് വരും. അത് കാരണം ഇപ്പം ജോലി കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണേ, ടിക്കറ്റ് എടുക്കാതെ നിൽക്കുകയാണ്. ഇപ്പം ജോലി കിട്ടും കിട്ടിയില്ല. അവസാനം നാട്ടിലോട്ട് പോകാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് ഇതേക്കൊരു പണിയുണ്ട്. ഇവരുടെ ലൈഫിൽ അവർ ഉടമ്പടിയിലാണെന്നുള്ള കാര്യം ദൈവത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതാണ് അവരുടെ വിജയം. അതാണ് ഇവർക്ക് ഈ ജോലി കിട്ടാത്ത ഈ 5 മാസം കടന്നു പോകുമ്പോഴും ഇവർ ഉടമ്പടിയുടെ ഒരു കാര്യങ്ങൾക്ക് പോലും
യാതൊരുവിധ ഭംഗവും ഉണ്ടാക്കിയിട്ടില്ല. അത് വലിയ വിഷയമാണ്. അത് ശരിക്കും ചില ആൾക്കാർ എഴുന്നേക്കാൻ താമസിച്ചു, ഇത് ജോലി താമസിക്കുകയാണെങ്കിൽ എഴുന്നേക്കാൻ താമസിച്ചു പോകും. ചില ആൾക്കാർ കുർബാന താമസിച്ചു പോകും. ചില ആൾക്കാർ ദാനപുറം ചെയ്യത്തില്ല. ചില ആൾക്കാർ പത്രം കൊടുക്കാൻ താമസിച്ചു പോകും. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കത്തില്ല. ഉപയോഗപ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യത്തില്ല. ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തില്ല തന്നെ നിങ്ങൾ രജിസ്റ്ററിൽ നിന്ന് പോകും, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് പോകും. കാര്യം ഈ കാപട്യക്കാർക്ക് ഉടമ്പടി സ്ഥാനമില്ല. ഞാൻ 4 ചെയ്തില്ലേ, ഒരെണ്ണമല്ലേ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് കണക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ ഈ എല്ലാ കാര്യവും ചെയ്തോളാവുന്ന ആൾക്കാരെ കയറി വലിയ വായിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടി പ്രഖ്യാപനം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. മറന്നു പോകരുത്. അതിൽ 4 ഞാൻ 5 അല്ല 4 ചെയ്തല്ല, ഒരെണ്ണമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ 5 ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 5 ഏത് കാലാവസ്ഥയിലും ചെയ്യണം. അതാണ് സത്യസന്ധത എന്ന് പറയണത്. അതാണ് വിശ്വസ്തത എന്ന് പറയണത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഉടമ്പടി എന്ന് വിളിക്കണത്. അപ്പോൾ നിതയെ സംബന്ധിച്ചിടത്തോളം നിത ഈ വിഷയത്തിൽ ജോലിയില്ല എന്ന് പറഞ്ഞാലും ശരി, ഒരു ദിവസം 300 ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാലും ശരി, അതിനൊക്കെ ഒന്നും റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞാലും ശരി, അതൊന്നും ഉടമ്പടിയിൽ ഇവർ കൊണ്ടുവരത്തില്ല. ഉടമ്പടി അതിൻ്റെ വഴിയേ പോകും. ഒരു ദിവസം രാവിലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണമല്ലോ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കരമായി ആലിപ്പഴം വീഴുകയാണ്. ആലിപ്പഴം എന്ന് പറയുന്നത് അവിടെ ഈ മഞ്ഞ് കട്ട വീഴും. 1 കിലോ 2 കിലോ ഒക്കെ കട്ട വീഴും. അപ്പോൾ നമ്മൾ ഏത് കുടയും പിടിച്ചുകൊണ്ട് പോയാലും തലേ വന്ന് ഈ സാധനം വീഴും. 1 കിലോ 1.5 കിലോ തൊട്ട് 100 ഗ്രാമിൻ്റെ കട്ട വരെ ഈ മഞ്ഞ് കട്ട വന്ന് വീഴും. അപ്പോൾ ഒരു മനുഷ്യൻ പുറത്തിറങ്ങത്തില്ല. അപ്പോൾ നിതയുടെ മലയാളികൾ പറഞ്ഞ് ഇന്ന് പോകരുത്, ഇന്ന് ആലിപ്പഴം വീഴണ ദിവസമാണ്, ഇന്ന് പോകരുത്. ഇന്ന് പോയാൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ആരും ഉണ്ട്, വഴിക്കിടക്കേ ഉള്ളെന്ന് പറയും. അപ്പോൾ ഇവരോട് പരിശുദ്ധാത്മ പറയും, നീ പോകണമെന്ന്. നിൻ്റെ വഴികളിൽ നിന്നെ സംരക്ഷിക്കാൻ ഞാൻ എൻ്റെ ദൂതന്മാർ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ പാടുക. പരീക്ഷയെ അനുഭവിച്ച